എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഗ്രഹങ്ങളുടെ അതിദേവതകളെക്കുറിച്ച് പഠിക്കാം. അതായത് ഓരോരോ ഗ്രഹങ്ങളെ കൊണ്ടും ഏതൊക്കെ ദേവതകളെ ചിന്തിക്കാം എന്ന്. അത് ഒരുപാട് സങ്കല്പങ്ങൾ ഒരു ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഓരോരോ ഗ്രഹവും ഏതൊക്കെ ദേവതകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. സൂര്യനെ കൊണ്ട് പ്രധാനമായിട്ടും അഗ്നിയെ ചിന്തിക്കും, അഗ്നിദേവത. അതുപോലെ തന്നെ ശൈവതത്വവുമായിട്ട് ബന്ധപ്പെട്ട ദേവതകൾ, ശിവൻ പ്രധാനമായിട്ടും, അതുപോലെ ശൈവദേവതകളെ എല്ലാം തന്നെ സൂര്യനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അടിസ്ഥാന തത്വം വെച്ച് ചിന്തിക്കുമ്പോൾ അഗ്നിയെയും ശൈവതത്വവുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളാണ് സൂര്യനെ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രനെ കൊണ്ട് വരുണനാണ് ചന്ദ്രൻ്റെ അതിദേവതയായിട്ട് പറയാറ്. വരുണനെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. അതുപോലെ തന്നെ പാർവതി, ശിവൻ സൂര്യനാണെങ്കിൽ ചന്ദ്രൻ പാർവതിയാണ്. അതുപോലെ തന്നെ പാർവതിയുമായി ബന്ധപ്പെട്ട ദേവീതത്വങ്ങൾ, സങ്കല്പങ്ങളൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. അതിൽ തന്നെ ചന്ദ്രൻ പക്ഷബലമുള്ള ചന്ദ്രൻ, പക്ഷബലമില്ലാത്ത ചന്ദ്രനെ ഒക്കെ പലതരത്തിലും സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ നമ്മൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് വരുണനും അതുപോലെ തന്നെ പാർവതി ആയിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളും ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വയെ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യനും ഭദ്രകാളിയും ചൊവ്വയെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ രൗദ്രഭാവമുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സങ്കല്പങ്ങളുള്ള എല്ലാ ദേവതകളെയും പൊതുവെ ചൊവ്വയെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത് നമ്മൾക്ക് ബുധനെ നോക്കാം. വൈഷ്ണവ സംബന്ധമായിട്ടുള്ള, വൈഷ്ണവ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളെല്ലാം തന്നെ ബുധനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. മഹാവിഷ്ണു, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാര സ്വരൂപങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ദേവതകളെയും നമ്മൾ പ്രധാനമായിട്ടും ബുധനെ കൊണ്ട് ചിന്തിക്കും. അതിൽ ദശാവതാരങ്ങളിൽ ഓരോരോ ഗ്രഹത്തിനും ആധിപത്യം വേറെ കൊടുത്തിട്ടുണ്ട്. അതൊരു വേറെ തന്നെ കാറ്റഗറിയാണ്. പക്ഷേ ജനറലായിട്ട് വൈഷ്ണവ സ്വാധീനമുള്ള അല്ലെങ്കിൽ വൈഷ്ണവ പ്രധാനമായിട്ടുള്ള എല്ലാ ദേവതകളെയും ബുധനെ കൊണ്ട് ചിന്തിക്കും. അടുത്തത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ അതിദേവതയായിട്ട് ഇന്ദ്രനെ പറയാറുണ്ട്. ഇന്ദ്രനാണ് വ്യാഴത്തിൻ്റെ അതിദേവതയായിട്ട് പറയാറ്. അതുപോലെ തന്നെ സർവേശ്വര കാരകത്വവും വ്യാഴത്തിനുണ്ട്. പ്രശ്നചിന്തയിലും മറ്റും ദൈവാധീനമുണ്ടോ അല്ലെങ്കിൽ ദൈവാനുകൂല്യമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതിയെ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ വ്യാഴം പ്രസാദിച്ച് നിന്ന് കഴിഞ്ഞാൽ സകല ദേവതകളുടെയും അനുഗ്രഹം അല്ലെങ്കിൽ അനുഗ്രഹമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് ശുക്രനാണ്. ശുക്രൻ അതിദേവതയായിട്ട് പറയുന്നത്, ശുക്രൻ്റെ അതിദേവതയായിട്ട് പറയുന്നത് ശചിയാണ്, ഇന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള ശചി ദേവി. അതുകൂടാതെ അന്നപൂർണേശ്വരി, ലക്ഷ്മി, ഈ സങ്കല്പങ്ങളും നമ്മൾ ശുക്രനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ ഐശ്വര്യവും സൗഖ്യവും തരുന്ന ദേവതാ സങ്കല്പങ്ങളൊക്കെ പൊതുവെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, അതുപോലെ തന്നെ ശചി, ഈ സങ്കല്പങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ശുക്രനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. അടുത്തതായിട്ട് ശനിയാണ്. ശനിയെ കൊണ്ട് പ്രധാനമായിട്ടും ബ്രഹ്മാവിനെ ചിന്തിക്കാറുണ്ട്. അതുകൂടാതെ ശാസ്താവ്, അയ്യപ്പൻ തുടങ്ങിയ ദേവതകളെയും നമ്മൾ ശനിയെ കൊണ്ട് ചിന്തിക്കും. അപ്പോൾ ഇത്രയുമാണ് അടിസ്ഥാനപരമായിട്ട് ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന, ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ചിന്തിക്കുന്ന ദേവതകൾ. ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന ഗ്രഹങ്ങളിലേക്ക് ആരോപിക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങളിൽ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ഏതേത് ദേവതകളെ ചിന്തിക്കാം എന്നുള്ളത് മാത്രമാണ് പഠിച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സങ്കല്പം കൂടി നമ്മൾക്കിന്ന് പഠിക്കാം. ഗ്രഹങ്ങളുടെ വർണ്ണങ്ങൾ. വർണ്ണം എന്നുദ്ദേശിച്ചത് മുമ്പ് നമ്മൾ പഠിച്ചത് നിറം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഇത് അങ്ങനെയല്ല, ചാതുർവർണ്ണയത്തിലുള്ള വർണ്ണത്തെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രവർണ്ണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബ്രാഹ്മണ ഗ്രഹങ്ങളായിട്ട് വ്യാഴത്തെയും ശുക്രനെയുമാണ് പരിഗണിച്ചിരിക്കുന്നത്. അതായത് ശുക്രനെയും വ്യാഴത്തെയും ബ്രാഹ്മണനായിട്ട് കണക്കാക്കണം എന്നർത്ഥം. അതിൽ തന്നെ വ്യാഴം ഉത്തമ ബ്രാഹ്മണനാണ്, ശുക്രൻ അത്ര ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണനായിട്ട് നമ്മൾ പറയാറില്ല. എങ്കിലും ബ്രാഹ്മണനാണ് ഈ പറയുന്ന രണ്ട് ഗ്രഹങ്ങളും, അല്ലെങ്കിൽ ബ്രാഹ്മണ വർണ്ണത്തെ
നമ്മൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന 2 ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ക്ഷത്രിയന്മാരായിട്ടുള്ള ഗ്രഹങ്ങളാണ് സൂര്യനും ചൊവ്വയും. നമ്മൾക്കറിയാം സൂര്യനെ രാജാവായിട്ടും ചൊവ്വയെ സേനാപതിയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 പോർട്ട്ഫോളിയോയും ക്ഷത്രിയത്വമായിട്ട് അല്ലെങ്കിൽ ഭരണവുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഈ 2 ഗ്രഹങ്ങളെയും നമ്മൾ ക്ഷത്രിയരായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്, ചൊവ്വയെയും സൂര്യനെയും. അടുത്തതായിട്ട് വൈശ്യവർണ്ണമാണ്. വൈശ്യവർണ്ണത്തിൽ വരുന്ന 2 ഗ്രഹങ്ങൾ ചന്ദ്രനും ബുധനുമാണ്. ചന്ദ്രനെയും ബുധനെയും വൈശ്യനായിട്ടാണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. അവസാനം വരുന്ന ശനിയെ ശൂദ്രനായിട്ടും പരിഗണിക്കുന്നു. അതുകൂടാതെ രാഹുകേതുക്കൾ ഉണ്ട്. രാഹുകേതുക്കളെ രാഹുവിനെ ചണ്ഡാലനായിട്ടും കേതുവിനെ ജാതിഭ്രഷ്ടനായിട്ടുമാണ് പരിഗണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഒരു കാറ്റഗറിയാണ്, ഒരു തരത്തിലുള്ള ഒരു തരംതിരിവാണ്. ചില ആചാര്യന്മാർ ചന്ദ്രനെ വൈശ്യനും ബുധനെ ശൂദ്രനും ശനിയെ ചണ്ഡാളൻ അല്ലെങ്കിൽ ജാതിഭ്രഷ്ടനായിട്ടും കണക്കാക്കുന്ന രീതികളുണ്ട്. എങ്കിലും ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ളതാണ് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് ഗ്രഹങ്ങളുടെ വർണ്ണങ്ങളായിട്ട് പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ്. ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം. എവർക്കും നന്ദി, നമസ്കാരം.